നന്ദകുമാർ IAS കോമയിൽ SP മെഡിഫോർട്ട് ആശുപത്രിക്കെതിരെ കേസ്. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറും PRD ഡയറക്ടറുമായിരുന്ന M നന്ദകുമാർ ന്യൂറോ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് കോമയിലായ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 632/2025 ക്രൈം നമ്പറായി മകളുടെ പരാതിയെ തുടർന്ന് വഞ്ചൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ K ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRലെ പരാമർശം ഇപ്രകാരമാണ്: ആവലാതിക്കാരിയുടെ അച്ഛനായ വട്ടിയൂർക്കാവ് വില്ലേജിൽ D വാർഡിൽ അർപ്പുര ഗാർഡൻസിൽ സരസ്വതി വിദ്യാലയത്തിന് സമീപം VAR 296 TC 837/1 പ്രണവം വീട്ടിൽ താമസം 68 വയസ്സായ M നന്ദകുമാറിനെ ബ്രെയിനിൽ ഹെമറേജ് ഉള്ളതായി കണ്ട് സർജറിക്കായി 16/5/2025 തീയതി ഈഞ്ചക്കൽ SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും 17/5/2025 തീയതി D ഹോസ്പിറ്റലിൽ വെച്ച് ന്യൂറോ സർജനായ പ്രതി ശരീരരക്ഷയ്ക്ക് അപായമുണ്ടാക്കുന്ന രീതിയിൽ ഉപേക്ഷയോടുകൂടി ആവലാതിക്കാരിയുടെ അച്ഛന്റെ ബ്രെയിൻ സർജറി ചെയ്തതിൽ വെച്ച് ആവലാതിക്കാരിയുടെ അച്ഛൻ 17/5/2025 തീയതി മുതൽ നാളിതുവരെ കോമ സ്റ്റേജിൽ കിടക്കുന്നതിന് ഇടയാക്കി പ്രതി മേൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. മെയ് മാസം 16-ന് സെറിബ്രൽ ഹെമറേജ് അഥവാ തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മുൻ തിരുവനന്തപുരം കളക്ടർ M നന്ദകുമാറിനെ തിരുവനന്തപുരം എയർപോർട്ടിന് സമീപമുള്ള SP മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിറ്റേന്ന് തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് സർജറി നടത്തുകയുണ്ടായി. എന്നാൽ അന്നു മുതൽ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നാണ് മകൾ പാർവതി നൽകിയ പരാതിയിൽ പറയുന്നത്. ശസ്ത്രക്രിയയിൽ ഗുരുതര അനാസ്ഥ ഉണ്ടായി എന്നാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. കഴിഞ്ഞ മാസം 24-നാണ് വഞ്ചിയൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 125-ാം വകുപ്പ് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധത്തിൽ അശ്രദ്ധമായി പെരുമാറി എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ തൊട്ടടുത്ത അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ന്യൂറോ സർജറിയുടെ കുത്തക അവകാശപ്പെടുന്ന അനന്തപുരി ആശുപത്രിയാണ് ഈ കേസിന് പിന്നിൽ എന്നാണ് വിവരം. ആശുപത്രികളുടെ കുടിപ്പകയാണ് ഇത്തരം കേസുകൾ പുറത്തുവരുവാൻ ഇടയാക്കുന്നത്. SP ആശുപത്രി അത്യാധുനിക സംവിധാനത്തോടെ പുതിയൊരു വിഭാഗം അനന്തപുരിയുടെ സമീപം ആരംഭിച്ചിരുന്നു എന്നതും നാം കൂട്ടി വായിക്കണം. വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള M നന്ദകുമാർ IAS 2011 ഒക്ടോബറിലാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറായി നിയമിതനായത്. സംഖ്യാശാസ്ത്രം, ജ്യോതിഷം, തന്ത്രവിദ്യ എന്നിവയിൽ പാണ്ഡിത്യമുള്ള നന്ദകുമാർ പ്രാസംഗികനും ഒരു എഴുത്തുകാരനുമാണ്. ഏഷ്യനെറ്റിലൂടെ ജ്യോതിഷ നിർദ്ദേശങ്ങൾ നൽകുന്ന അദ്ദേഹത്തിന്റെ പങ്ക്തിയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നന്ദകുമാർ IAS. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.